ഉൽപ്പത്തി അദ്ധ്യായം 1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന്മീതെ എങ്ങും അന്ധകാരം നിറഞ്ഞിരുന്നു. ദിവ്യ ചൈതന്യം ജലത്തിന്മീതെ വ്യാപരിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. വെളിച്ചത്തെ പകലെന്നും ഇരുട്ടിനെ രാത്രിയെന്നും വിളിച്ചു. സന്ധ്യയായി, ഉഷസ്സായി, 1-ാം ദിവസം. ജലത്തെ വേർതിരിക്കുവാൻ ജലമധ്യത്തിൽ ഒരു വിതാനമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ വിതാനമുണ്ടാക്കി. അതിന്റെ മുകളിലും കീഴിലും ഉള്ള ജലത്തെ ദൈവം വേർതിരിച്ചു. വിതാനത്തിന് ദൈവം ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി, ഉഷസ്സായി, 2-ാം ദിവസം. ആകാശത്തിന് താഴെയുള്ള ജലം ഒരുമിച്ചു കൂടി ഉണങ്ങിയ നിലം പ്രത്യക്ഷപ്പെടട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ഭൂമി എന്നും ഒരുമിച്ചു കൂടിയ ജലത്തിന് സമുദ്രമെന്നും പേരിട്ടു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. പച്ചപ്പുല്ലും ധാന്യച്ചെടികളും ഫലവൃക്ഷങ്ങളും അങ്ങനെ എല്ലാവിധ സസ്യങ്ങളും ഭൂമിയിൽ മുളയ്ക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ധാന്യച്ചെടികളും ഫലവൃക്ഷങ്ങളും ഭൂമിയിലുണ്ടായി. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, ഉഷസ്സായി, 3-ാം ദിവസം. പകലും രാത്രിയും തമ്മിൽ വേർതിരിക്കാൻ ആകാശവിതാനത്തിൽ പ്രകാശഗോളങ്ങൾ ഉണ്ടാകട്ടെ. അവ ദിവസങ്ങളും ഋതുക്കളും വർഷങ്ങളും അറിയാനുള്ള അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിക്ക് പ്രകാശം നൽകുവാൻ അവ ആകാശദീപങ്ങളും ആയിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 വലിയ പ്രകാശഗോളങ്ങൾ സൃഷ്ടിച്ചു. പകൽ വാഴുവാൻ സൂര്യനും രാത്രി വാഴുവാൻ ചന്ദ്രനും നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഇങ്ങനെ ഭൂമിക്ക് പ്രകാശം നൽകാനും പകലിന്റെയും രാത്രിയുടെയും മേൽ ആധിപത്യം നടത്താനും വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിക്കാനുമായി അവയെ ആകാശവിതാനത്തിൽ സ്ഥാപിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, ഉഷസ്സായി, 4-ാം ദിവസം. വെള്ളത്തിൽ ജലജീവികൾ നിറയട്ടെ. ഭൂമിക്ക് മുകളിൽ ആകാശത്തിൽ പക്ഷികൾ പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വലിയ സമുദ്രജീവികളെയും പറ്റം ചേർന്നു ചരിക്കുന്ന എല്ലാ ജലജന്തുക്കളെയും എല്ലാ ഇനം പക്ഷികളെയും ദൈവം സൃഷ്ടിച്ചു. അവയെല്ലാം നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ അനുഗ്രഹിച്ചു. ജലജീവികൾ പെറ്റുപെരുകി സമുദ്രം നിറയട്ടെ. പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. സന്ധ്യയായി, ഉഷസ്സായി, 5-ാം ദിവസം. കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ തുടങ്ങി എല്ലാ ഇനം ജീവികളും ഭൂമിയിൽ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അത് സംഭവിച്ചു. അങ്ങനെ ദൈവം ഭൂമിയിൽ എല്ലാ ഇനം വന്യമൃഗങ്ങളെയും വളർത്തുമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവയെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. സമുദ്രത്തിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിലെ മൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും സർവ്വജീവജാലങ്ങളുടെയും മേൽ അവർക്ക് അധികാരമുണ്ടായിരിക്കട്ടെ. ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. സ്വന്തം ഛായയിൽ തന്നെ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരാകട്ടെ. നിങ്ങളുടെ സന്തതികൾ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ ഭരിക്കട്ടെ. സമുദ്രത്തിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് അധികാരമുണ്ടാകട്ടെ. ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളുടെ ആഹാരത്തിനായി എല്ലാ ഇനം ധാന്യച്ചെടികളും ഫലവൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. സകല മൃഗങ്ങൾക്കും ആകാശത്തിലുള്ള എല്ലാ പക്ഷികൾക്കും ഇഴജന്തുക്കൾക്കും ജീവനുള്ള സകലതിനും ഭക്ഷണമായി സസ്യങ്ങളും നൽകിയിരിക്കുന്നു. തന്റെ സർവ്വ സൃഷ്ടികളെയും ദൈവം നോക്കി. എല്ലാം വളരെ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. സന്ധ്യയായി, ഉഷസ്സായി, 6-ാം ദിവസം.